അപ്പം ചലഞ്ച് ഡേ നമ്പർ 3. അപ്പം നമ്മുടെ ചലഞ്ച് 3-ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സോ പതിവ് പോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ ഡെയിലി റൊട്ടീൻസൊക്കെ ചെയ്ത് നമ്മളിപ്പം പോകുന്നത് കോളേജിലേക്കാണ്. അപ്പോൾ കോളേജ് കഴിഞ്ഞ് ചില്ലറ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിൽ പോവുക. ജിമ്മിൽ നിന്നാണ് നമ്മുടെ വർക്കൗട്ട് ചെയ്യുക. സോ നമുക്ക് ഏതായാലും ജിമ്മിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ജിമ്മിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഷോൾഡറും ഫോർ ആംസുമാണ് കളി. ബൈ. ക്ലാസ്സും പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റിസ്ക് ആയിരുന്നു. സോ പുഷപ്പ് അടിക്കണം. നോക്കട്ടെ, ഷോൾഡർ പുഷപ്പ് അടിക്കണോ അതോ നോർമൽ പുഷപ്പ് അടിക്കണോ എന്ന് നോക്കട്ടെ ഗൈസ്. ഷൂവിൻ്റെ സംഭവം മൊത്തം ഇവിടെ ആക്കിയിരിക്കുന്നു. നോക്കാം എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു മാറ്റം വരുത്തുമെന്ന് വിചാരിച്ചപ്പം പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല ഗൈസ്. ഞാൻ ഫുൾ മാറ്റി. എന്താ അവസ്ഥയാ നോക്ക്. ഡ്രസ്സ് കൊടുക്കാത്ത പോലെയുണ്ട് ഇപ്പം ജിമ്മിൻ്റെ കോലം കണ്ട. ഇത് റെയിനിൽ അത് സൂര്യ. ഗൈസ് ഇവർ രണ്ടാളും കിട്ടില്ലൊരു സാധനമുണ്ട്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ക്ലാസിക് സാധനം ഇന്ന് എടുക്കാൻ പറ്റുമെന്ന്. സോ അത് അഭിഷേകാട്ടൻ. ഞാനേതായാലും സ്ട്രെച്ചിങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയായിരുന്നു. ഈ വീഡിയോ എടുക്കുന്നവനാണെങ്കിൽ കാണാമെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അത് കാരണം ഞാൻ അവൻ്റെ വോയിസ് ഫുൾ ഓവർ കട്ടാക്കിയിട്ടുണ്ട്. അവൻ വീഡിയോ എടുക്കുന്നതിലല്ലായിരുന്നു ഗൈസ്, അവൻ്റെ ഫോക്കസ് വേറെ പലതിലുമായിരുന്നു. അത് വീഡിയോ എടുക്കുന്ന ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവും. സോ ഞാൻ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാമപ്പൊക്കെ നൈസായിട്ട് ചെയ്തു. ബട്ട് എന്താ പറയുക, നമുക്ക് ആ ഇത് കിട്ടിയില്ല, അതിൻ്റെ ആ ഒരു ഫ്ലോ കിട്ടിയില്ല. സോ ഏതായാലും ഞാൻ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് വാമപ്പൊക്കെ ചെയ്ത് നല്ല നമ്മുടെ പുഷപ്പിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ചലഞ്ച്, അതായത് നമ്മുടെ ചലഞ്ച് മറക്കരുത് കേട്ടോ. ചലഞ്ച് ഞാൻ മറന്നിട്ടില്ല, നിങ്ങളും മറക്കരുത്. സോ ഞാൻ ചലഞ്ച് മെല്ലെ അങ്ങോട്ടേക്ക് സെറ്റാക്കി പുഷപ്പ് എടുത്തു. ഞാൻ പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പം വീഡിയോ എടുക്കാൻ വേണ്ടി കൊടുത്തവൻ്റെ കാര്യം നോക്കിയ ഗൈസ്. ഇവനെന്താ ചെയ്തതെന്നറിയോ, ഞാനൊരു പകുതി അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തു. കണ്ടോ, ഇവൻ റൊട്ടേറ്റ് ചെയ്ത ഞാൻ കണ്ടപ്പം അത് ഞാൻ കണ്ടത് മനസ്സിലായപ്പോൾ സ്പോട്ടിൽ പിന്നെ അവനെടുത്തു. അങ്ങനെ ഫസ്റ്റ് സെറ്റിൽ ഞാൻ 19 എണ്ണം എടുത്തിട്ടുള്ളൂ ഗൈസ്. എത്ര എടുത്തു എന്ന് എനിക്കറിഞ്ഞൂടോ, ഞാൻ എത്ര എടുത്തു എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. 20 അത്ര എടുത്തെന്ന് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞു നീ 100 എടുക്കുന്നതാണെങ്കിൽ ഒന്നും കൂടി എടുത്തു തുടങ്ങണം എന്ന്. ഞാനൊന്നും അവനെ നോക്കി ദയനീയമായിട്ട്. എന്നിട്ട് ഞാൻ അടുത്ത സെറ്റ് പുഷപ്പും കൂടി, അതായത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇവൻ വീഡിയോ എടുക്കുന്നവൻ കുറച്ച് ചെറിയ ചെക്കനാണ് ഗൈസ്. അവൻ എടുത്തത് വ്യക്തം അബദ്ധങ്ങളാണെങ്കിലും നമ്മൾ വീണ്ടും തുടങ്ങി. ഞാൻ റെസ്റ്റ് എടുത്തു. ഫസ്റ്റ് സെറ്റ് മൂഞ്ചി. അപ്പം സെക്കൻഡ് സെറ്റ് നമ്മൾ ഫുള്ള് എന്താ പറയുക, 19ൻ്റെ ഒരു 3 സെറ്റ്, 23ൻ്റെ ഒരു സെറ്റ്, പിന്നെ 20ൻ്റെ ഒരു സെറ്റ്, അങ്ങനെയാണ് എടുത്ത് പോയത്. വീഡിയോ എടുത്തതിന് ശേഷമാണ് ഞാൻ എത്ര എടുത്തു എന്ന് എണ്ണി നോക്കുന്നത്. ഞാൻ സെറ്റായിട്ട് തന്നെ അടിക്കുകയുള്ളൂ. ഒറ്റ സ്ട്രെച്ചിലേക്ക് എത്തണമെങ്കിൽ ഒരു 30 ദിവസമെങ്കിലും ഗൈസ് മാക്സിമം എനിക്ക് വേണം. 30-35 ദിവസമെങ്കിലും എനിക്ക് മാക്സിമം വേണം. സോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ എടുക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഒരു സെറ്റും കൂടി എടുത്തു. സെറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവൻ വന്നിട്ട് എൻ്റെ ഫുൾ ക്ലോസപ്പ് ഒക്കെ എടുത്തിട്ട് കണ്ടില്ലേ, ഇതൊക്കെയാണ് എൻ്റെ ചെസ്റ്റൊക്കെ ആയിരിക്കും അവനെടുത്തത്. ബൾക്കിംഗ് ആയ ചെസ്റ്റൊക്കെ കാണിച്ചു തന്നെയായിരിക്കും. ബട്ട് അവൻ എടുത്തത് കണ്ടില്ലേ. എന്തായാലും കുഴപ്പമില്ല. നമ്മളെ ജിമ്മിലെ എല്ലാത്തിൻ്റെയും ഫോട്ടോയും വീഡിയോ ഒക്കെ അവൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഒരു ചെറിയ പോസൊക്കെ കൊടുത്തിട്ട് നല്ല അടുത്ത സെറ്റിലേക്ക് അങ്ങോട്ട് കിടക്കാം. പോസൊക്കെ കൊടുത്ത് ഞാൻ നല്ല അടുത്ത സെറ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സെറ്റ് ഞാൻ 19 എണ്ണം എടുക്കുന്നുള്ളൂ ഗൈസ്. 2 സെറ്റ് 19 എണ്ണം. ഇവനാണെങ്കിൽ സിംഗം എന്നുള്ള പാട്ടൊക്കെ പാടി. ഞാൻ എല്ലാം എന്താ ഇപ്പോൾ പറയുക, റെക്കോർഡിംഗ് ആണ്. ചിലത് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. സോ അവൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കൂല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കാം. ഇടയ്ക്കിടയ്ക്ക് ചില സമയം, അതായത് ഇപ്പോൾ ആരുടെയും വോയിസും ആരുടെയും ഫേസും ഈ വീഡിയോയ്ക്കകത്ത് റിവീൽ ചെയ്യാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വെച്ചിട്ട് ഇവൻ എന്തൊലത്തും എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. ഈ വീഡിയോ ഇരുന്നത് തന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് കേട്ടോ. അതും കൂടി നിങ്ങൾ ആലോചിക്കണം. സോ ഞാൻ അടുത്ത സെറ്റും തുടങ്ങിയിട്ടുണ്ട്. ഈ സെറ്റോടുകൂടെ നമ്മുടെ നാടകം ഇവിടെ അവസാനിക്കുന്നതാണ്.
സോ ഗൈസ് ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് പുഷപ്പ് പിന്നെ കുറച്ച് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ട്രെയിനർ, അതായത് ജിത്തു ഏട്ടൻ, ജിതിൻ എന്നാണ് ശരിയായിട്ടുള്ള പേര്. ജിത്തു ഏട്ടൻ എന്ന് നമ്മൾ വിളിക്കും. ജിത്തു ഏട്ടൻ എന്താ കോൺഫിഡൻസോട് കൂടി നമ്മളെ വർക്കൗട്ട് ചെയ്യുന്നവരോട് പറഞ്ഞു, അതായത് 140 കിലോ പൊക്കുവാണെങ്കിൽ 3 മാസത്തെ റിന്യൂവലേന്ന്. ബട്ട് ആകെ 2 ആളെ പൊക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ആദ്യം പൊക്കിയാൾക്ക് എന്താ പറയുക 3 മാസത്തെ റിന്യൂവലും പിന്നെ രണ്ടാമത് പൊക്കിയാൾക്ക് പ്രോട്ടീൻ പൗഡറും കൊടുത്തിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഏതായാലും പുഷപ്പ് ചലഞ്ച് കഴിഞ്ഞ് കഴിയുമ്പം നേരെ ആ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ എൻ്റെ പുഷപ്പ് ചലഞ്ച് ഇവിടെ അവസാനിക്കുന്നു. നമുക്കിനി ഏതായാലും ഡെഡ് ലിഫ്റ്റിലോട്ട് പോകാം. അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ലിഫ്റ്റ് ചെയ്യാൻ പോയി. ഇവളെന്തൊരു പൊന്തിക്കലാട്ടോ പൊന്തിക്കുന്നു. മൂന്ന് മാസത്തെ റിന്യൂവലും പ്രോട്ടീൻ പൗഡറും ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ ടൈം എത്തിയിരിക്കുന്നു. ഇതാണ് ആ സമയം, ഇതാണ് റെനിലേട്ടൻ ഗൈസ്. അപ്പം 140 കിലോ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നയാൾക്ക് പ്രോട്ടീൻ പൗഡർ പിന്നെ 3 മാസത്തെ റിന്യൂവലാണ് നമ്മുടെ ജിത്തുവാട്ടം പറഞ്ഞിട്ടുള്ളത്. സോ ഗൈസ്, റിന്യൂവാട്ടം പൊക്കി. ഓക്കെ, റിന്യൂവാട്ടം പൊക്കി 140 കിലോ റിന്യൂവാട്ടം പൊക്കി. അടുത്തത് വന്നത് സൂര്യകിരണം. സൂര്യ തീ ഫസ്റ്റ്, അതായത് കുറച്ച് ചെരിഞ്ഞും വളഞ്ഞുമൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവൻ പൊക്കി ഗൈസ്. ഇതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അവനത് താഴെ വെക്കാണ്ട് ഇതാക്ക് ചെയ്യാനുള്ളൊരു ഇത് വന്നില്ലേ. வாழ்க்கை என்பதே அன்பினில் அன்பின் 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 அன்பினில் ஆசை புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சி